കാണാമറയത്തുന്ന സിനിമയുടെ പിറവിക്ക് മുമ്പുള്ള ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അറിയുന്ന ആളുകൾ പ്രേക്ഷകർ അറിയുന്നത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൂടെവിടേക്ക് വിളിച്ചപ്പോഴും ഈ നൊമ്പരത്തിപ്പൂവിൽ ഞാൻ പ്രധാന കഥാപാത്രമല്ല. അറിയാം അത്രത്തും ഭയങ്കര മെച്യൂരിറ്റി അന്നേയുള്ള ആ കഥാപാത്രങ്ങളൊക്കെ തരാൻ ധൈര്യം കാണിച്ച ആളാണ്. വാണിജ്യ വിജയങ്ങൾ നേടിയിട്ടില്ലാത്ത സിനിമകൾ ഉണ്ടാകുമ്പോഴും നല്ല സിനിമയുടെ പാതയിൽ തന്നെ പുതിയ വിഷയങ്ങൾ അന്വേഷിച്ച് നടത്തിയ യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ. നൊമ്പരത്തിൽ പോകുന്നൊരു വലിയ സാമ്പത്തിക വിജയം ഉണ്ടാകില്ലാത്ത, പക്ഷെ അത്ര വലിയൊരു സിനിമയല്ല, അങ്ങനെ ഒരു ചിലവാക്കിയിട്ട് വേണ്ടി ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ചും പുള്ളിക്ക് ബോധമുണ്ടായിരുന്നു. പത്മരാജൻ എന്ന് പറയുന്ന പ്രഖ്യാത സിനിമാ പ്രവർത്തകരെ നമ്മൾ ഓർത്തു വയ്ക്കുകയാണ് കാലത്ത്. പപ്പേട്ടൻ്റെ ശരിക്കുള്ള സിനിമകളെ പറ്റിയല്ല പലപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നൊമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ ആരും ആലോചിക്കാത്ത സിനിമകളാണ്. അങ്ങനെ ആരെങ്കിലും സിനിമ ആലോചിക്കൂ? ആ പേര് പോലെ നൊമ്പരത്തിപ്പൂ, അതായത് മനുഷ്യത്വം നമ്മളിൽ എല്ലാവരിലും ഇങ്ങനെ, അതായത് വന്നു പോകുന്ന ഇങ്ങനെ കുമിളകൾ പോലെ വന്ന് പൊട്ടി പോകുന്ന മനുഷ്യത്വം നമുക്ക് കാണാം. സ്നേഹം കാണാം, വാത്സല്യം കാണാം, അനുകമ്പ കാണാം. ആ സിനിമ നമ്മളെ എവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് കുലുക്കുന്നതാണ്. അതിന് പലപ്പോഴും നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകളല്ല. അതിന് ഇപ്പോൾ ഗുരുദത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകളിലൊന്ന് കാഗസ് കെ ഫൂലാണെന്ന് പറഞ്ഞു. പക്ഷെ ആ സിനിമ വാണിജ്യ വിജയമായിരുന്നില്ല. പിന്നീട് പിൽക്കാലത്ത് പിന്നീട് ചരിത്രത്തിൽ ആ സിനിമയ്ക്ക് ഒരു പേരുണ്ട്, സ്ഥാനമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പല സിനിമകൾക്കും ആ അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് ഉടനെ തന്നെ തൃഷ്ണയുടെ സംവിധായകനിലേക്ക്, തൃഷ്ണയാണ് എന്നെ എം ടിയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ മമ്മൂട്ടിയുടെ ആരാധകനായി മാറുന്നത് തൃഷ്ണയിലൂടെ. എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഭയങ്കര ലജ്ജയാണ്. പലപ്പോഴും എന്നെപ്പോട് തന്നെ പുച്ഛവും അവജ്ഞയും ഭയവും ആശങ്കയും ഒക്കെയാണ്. അവിടെ നിന്ന് ഞാൻ ഇത്രത്തോളം വളർന്നു എന്ന് തന്നെ ഒരു സമാധാനം. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു ആവേശവും അഭിനയത്തിനോടുള്ള അതിഭയങ്കരമായ അഭിവാഞ്ചയമല്ലാതെ എൻ്റെ കയ്യിൽ അഭിനയം ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കയ്യിൽ ഈ വിദ്യ അറിയില്ല, എനിക്ക് വിദ്യയില്ല. ഞാനത് ശരിക്കും പറഞ്ഞാൽ ഒരു ഞാണിന്മേൽ കളിയാണ് തൃഷ്ണ. ഞാനതുകൊണ്ടാണ് ആ പടം വീണ്ടും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ കാരണം. കാരണം ഇത്രയും പരിചയവും ഇത്രയും ഇതിനെപ്പറ്റി കുറച്ചുകൂടെയൊക്കെ ഗ്രാഹ്യമുള്ള കാലത്ത് ആ സിനിമ അഭിനയിച്ചാൽ കുറച്ചുകൂടെ എന്താ പറയുക, സാധാരണ കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ സാധിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പപ്പേട്ടൻ്റെ മറ്റേ സിനിമയും, മറ്റേ അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിനകത്തെ സക്കറിയ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു നായകൻ ഒരു മലയാള സിനിമ കണ്ടിട്ടുണ്ട്. സക്കറിയുടെ കാര്യത്തിൽ ഒരു പ്രേക്ഷകർക്ക് എനിക്ക് വിയോജിപ്പുണ്ട്. സക്കറിയ ഏറ്റവും ഭംഗിയായി തന്നെയാണ് അന്ന്. പക്ഷെ എനിക്കത് കാണുമ്പോൾ ഇപ്പോഴും അതിനേക്കാളും കാരണം ആ സക്കറിയെ പറ്റി എനിക്ക് തോന്നിയത്, ആകാശം ഇടിഞ്ഞ് നേരെ സക്കറിയയുടെ നേരെ വന്നാൽ ഇങ്ങനെ കൈ പിടിക്കും, അവിടെ നിർത്താനുള്ള ചങ്കൂറ്റമുള്ള. അങ്ങനെയൊന്നും പലപ്പോഴും ഒരു നായകൻ ഉണ്ടാവില്ല. 10 പേര് ഇടിക്കുമായിരിക്കും, പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ചങ്കൂറ്റം ഭയങ്കരമാണ്. നമ്മൾ പപ്പേട്ടനിലേക്ക് വീണ്ടും തിരിച്ചു ശശിയേട്ടനിലേക്ക്. ഐ വി ശശിയെ ഞാൻ പണ്ട് ചാൻസ് ചോദിച്ച് നടന്ന കാലത്തെ പരിചയമുള്ള ആളാണ് അദ്ദേഹം. എനിക്ക് ഉത്സവം കണ്ട ഓർമ്മയുണ്ടോ? ഉത്സവം കണ്ട കാലത്തൊക്കെയാണ് ആ പറഞ്ഞ പോലെ ഈ നമ്മുടെ പല കാലത്ത് ഓരോ കാലഘട്ടത്തിലും നവസിനിമകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഉത്സവം ശരിക്കും പറഞ്ഞാൽ ഒരു നവസിനിമ, സിനിമ ആരംഭിച്ചതാണ് ഉത്സവം. അതിൽ അന്നത്തെ ഈ പറഞ്ഞ പോലെ മുരടൻ വില്ലനുമായ കെ പി മുരളൻ നായകൻ. അപ്പോൾ അത് അന്നത്തെ കാലത്തൊക്കെ ഒരു അദ്ദേഹം വളരെ ലോലമനസ്കനായ അല്ലാത്ത കഥയാണ്. കുടിവെള്ളമാണ് വിഷയമാക്കി ഈ ഗ്രാമങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വീപുകളിലേക്ക് വെള്ളം കൊണ്ടുപോകും. പക്ഷേ ഐ വി ശശി എന്ന സംവിധായകൻ സിഗ്നേച്ചർ ഇട്ടു ആ സിനിമയുടെ. ഐ ശശി എന്ന സംവിധായകൻ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അന്നത്തെ ഏറ്റവും വില കൂടിയ താരങ്ങളുടെ പുറകെ അദ്ദേഹം പോയില്ല. ആ സിനിമ അന്ന് വിജയമാണ്, സാമ്പത്തിക വിജയമാണ്. അത് വലിയ അനുഗ്രഹമാണ്. അല്ല, വില കൂടിയ താരങ്ങളുടെ പുറകെ പോവാതെ ഇവരെ പോലുള്ള രണ്ടാം നിരക്കാരെ കുറെ കാലം പുള്ളി സിനിമ ചെയ്തു. അല്ല, പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ ആ ഒരു ശ്രേണിയിൽ കുറേ നല്ല വിഷയങ്ങളൊന്നും ഒരുപാട്. ഐ വി ശശി എന്ന് പറയുന്ന ഒരു സംവിധായകൻ സ്റ്റാർ ആയിരുന്നു. ഒരുപാട് സിനിമകൾ അദ്ദേഹം ഒരു പലരുടെയും കോമ്പിനേഷനിൽ. പിന്നെ ശശിയേട്ടൻ്റെ സിനിമകളുടെ ഒരു ജനകീയ അടിത്തറ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിൽ ദാമോദരൻ മാസ്റ്ററാണ്. മാസ്റ്റർ കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ടിരിക്കും. അത് വലിയ മാസ്റ്ററൊക്കെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പോകേണ്ട കാര്യമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. അപ്പോഴൊക്കെ വളരെ 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 ഉള്ള പൂക്കൾ മുഴുവൻ വെതറിയിട്ട് അങ്ങ് പോയാളാണ്. മാസ്റ്ററായിട്ട് നമുക്ക് എല്ലാവർക്കും എപ്പോഴും യുദ്ധമാണല്ലോ. എന്നും എപ്പോഴും മാസ്റ്റർ പടയാളിയാണ്. ഞാനൊക്കെ നടത്തിയിട്ടുള്ളത് ഈ പ്രായത്തിൻ്റെ അതിരുകൾ വിട്ടിട്ടുള്ള പുള്ളിക്കില്ല. എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. പക്ഷേ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള എപ്പോഴും സുഹൃത്തുക്കളെ പറയും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് an ആക്ടർ നടത്തിയിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങളുണ്ടല്ലോ ഈ വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ റൂമിലൊക്കെ. ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാഷുമായിട്ടുള്ള ഡിസ്കഷനുകളിൽ പലപ്പോഴും ഒരുപക്ഷെ അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാധീനം പിന്നീട് ആ സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കുറച്ചുകൂടെ റൂഡും വളരെ റസ്റ്റിക്കുമായിട്ട് ലാംഗ്വേജ് ഉപയോഗിച്ച് സിനിമകളിൽ വരാറുണ്ട്. അത് ഒരുപക്ഷെ അത് സ്വാധീനിച്ചിട്ടുണ്ടാകും. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വാഗ്വാദങ്ങളും ഒരുപാട് തർക്കങ്ങൾ. മാസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടം തർക്കം, പ്രധാന ജോലി എപ്പോഴും തർക്കിക്കുക. തർക്കോസ്കിയാണ്. പക്ഷേ ഈ തർക്കിച്ച് പോയ മാഷ് നമ്മൾ ഒരിക്കലും അദ്ദേഹവുമായിട്ട് ഒന്ന് തെറ്റിപ്പിരിയാൻ സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഗതികേട്. എന്തോരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും മാഷുമായിട്ട് തെറ്റിപ്പിരിയല്ലോ. മാഷുമായിട്ട് പിന്നെയും സ്നേഹിച്ചേ പിരിയുള്ളൂ എപ്പോഴും. മാഷ് തിരക്കഥയിൽ അഭിനയിച്ചിട്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അഹിംസ അല്ലേ? അതെ, അഹിംസ. അത് എന്തിനാണ് എന്നെ ആ സിനിമയിലേക്ക് അഭിനയിപ്പിക്കാൻ വിളിച്ചത്, എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും ഞാൻ ഈ തൃഷ്ണയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഐ വി ശശി അദ്ദേഹം തൻ്റെ ഷൂട്ടിങ്ങാണ്, ശശിയേട്ടൻ്റെ ഷൂട്ടിങ്. ശശി സാർ, ഞാൻ ചേട്ടനല്ല ശശി സാറെന്നാണ് വിളിക്കുന്നത് കേട്ടോ. ശശി സാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ദാമോദരൻ മാസ്റ്ററും നമ്മുടെ അബ്ദുള്ളക്കയും KTC അബ്ദുള്ളക്കയും എനിക്ക് തോന്നുന്നു പ്രദീപം വേണുവട്ടനും കൂടെയാണ് തോന്നുന്നത് കൊടൈക്കനാലിൽ ഒരു മലയിറങ്ങി ഇങ്ങനെ വരുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ ദാമോദരൻ മാഷ്, എനിക്കറിയാം ഞങ്ങളൊരു സിനിമ എടുക്കുമ്പോൾ നിങ്ങൾ അതിനകത്തൊരു വേഷം ചെയ്യണം. ആയിക്കോട്ടെ. അങ്ങനെയാണ് അത്. വളരെ അദ്ദേഹം ഇങ്ങനെ അച്ചടി ഭാഷ ചില തുടങ്ങുമല്ലോ, പിന്നീട് മാറുമെങ്കിലും. അങ്ങനെയാണ് മാഷ് ഞാൻ ആദ്യം കാണുന്നത്. പക്ഷേ ഞാൻ മാഷ് ഒരു സിനിമാ നടനായിട്ട് വളരെ ആരാധനയോടുകൂടി കണ്ടിട്ടുമുണ്ട്. അഭിനയിച്ച സിനിമ നഗരമേ നന്ദിയിൽ നല്ല പോയിന്റ്. അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഈ കാർട്ടൂണുകളൊക്കെ ഉണ്ടല്ലോ, കാർട്ടൂണുകളിൽ കാണുന്നൊരു കഥാപാത്രം മാഷ് ഇങ്ങനത്തെ മുടി ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ടൈറ്റ് പാൻറ്റ് ടൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരാളായിട്ടാണ് അതിനകത്ത് നഗരമേ അഭിനയിക്കുന്നത്. പ്രേംനസീറിൻ്റെ ഏറ്റവും വലിയ അനിയനായിട്ട്. അന്ന് ദാമു എന്നായിരുന്നു ടൈറ്റിൽ. കോഴിക്കോട്ടുകാർക്കിടയിൽ ദാമോട്ടൻ MT അദ്ദേഹം ദാമു വിളിക്കും.